പദയാത്ര ഒലവക്കോട് താണാവ് വരെയാണ് പദയാത്രയുടെ സമാപനം നടക്കുന്നത് ഒലവക്കോട് താണാവ് ഭാഗത്താണ്. കോട്ടമൈതാനിൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്ര നമ്മുടെ കോർട്ട് റോഡ്, കോളേജ് റോഡ്, വിക്ടോറിയ കോളേജ് വഴി ചാത്തപ്പുരം വഴിക്ക് ഒലവക്കോട് സമാപിക്കും. കേരള പദയാത്രയ്ക്ക് കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും വലിയ പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത്. സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആളുകൾ ഈ പദയാത്രയുടെ ഭാഗമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കാനും NDAയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുമെല്ലാം തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ പദയാത്രയുടെ ഭാഗമായിട്ട് ഈ പദയാത്രയിൽ പങ്കുചേരുകയും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിൽ പദയാത്രയുടെ സമയത്ത് ചേർന്ന ആയിരക്കണക്കിന് ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഓരോ ലോക്സഭാ മണ്ഡലത്തിലും 500 മുതൽ 1000 ആളുകൾ വരെ പുതുതായിട്ട് പാർട്ടിയിൽ ഈ പദയാത്രയുടെ ഭാഗമായിട്ട് ചേർന്നിട്ടുണ്ട്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലും നാളത്തെ പദയാത്രയുടെ സമയത്ത് നിരവധി ആളുകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വമെടുക്കും. അതിന് ഈ പദയാത്ര ഇന്ന് കേരളത്തിൽ ഒരു ചരിത്ര സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഊർജം നൽകുന്ന പദയാത്രയായിട്ട് സംസ്ഥാന അധ്യക്ഷൻ്റെയും NDAയുടെ ചെയർമാൻ്റെയും പദയാത്ര മാറിയിരിക്കുകയാണ്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചോളം മോദി ഗവൺമെൻറ് കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയ നിരവധി നേട്ടങ്ങളുണ്ട്, വികസന പ്രവർത്തനങ്ങളുണ്ട്. അത് ജനമധ്യത്തിലെത്തിക്കാൻ ഈ പദയാത്ര ഉപകാരപ്പെടുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. ഈ പദയാത്രയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസം 7-ാം തീയതി മുതൽ ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നടത്തിയ ഉപയാത്ര, ആ ഉപയാത്രയ്ക്ക് ഞങ്ങൾക്ക് കിട്ടിയ പ്രതികരണം വ്യക്തമാക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പാക്കിയ ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ, പാലക്കാട് ജില്ലയ്ക്കായിട്ട് നൽകിയ വികസന പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാം പാലക്കാട്ടിലെ ജനങ്ങൾ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട്. അവർക്ക് BJPയോടൊപ്പം വരാനും ഈ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിന് അനുകൂലമായിട്ട്, രാജ്യത്ത് വീണ്ടും മോദി സർക്കാർ അധികാരത്തിൽ വരാനായിട്ട് മോദി സർക്കാരിന് അനുകൂലമായിട്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താനും അവർ മനസ്സാ തയ്യാറെടുത്തു എന്നുള്ളത് ഉള്ള സൂചനകൾ നമുക്ക് ഈ പദയാത്രയുടെ ഉടനീളം ലഭിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ BJPയിൽ അടുത്ത ദിവസങ്ങളിൽ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ, മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുന്നുണ്ട്. നാളത്തെ പദയാത്രയിലും അതുപോലെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം പാലക്കാട് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ പദയാത്ര പരിപൂർണമായിട്ടുള്ള വിജയമാക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ്. BJPയുടെ പ്രമുഖരായിട്ടുള്ള കേന്ദ്ര നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ നാളത്തെ പദയാത്രയുടെ ഉദ്ഘാടന വേദിയിലുണ്ടാവും. അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ആരാണ് പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇന്ന് വൈകിട്ടോടുകൂടി ലഭിക്കുന്നതോടുകൂടിയിട്ട് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും. ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ, പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന് ഇൻചാർജ് കൂടിയായിട്ടുള്ള ശ്രീ P. രഘുനാഥ് ഈ പത്രസമ്മേളനത്തിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ നിങ്ങൾക്ക് സുപരിചിതനാണ്.